ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് MT-15 കൊണ്ടാട്ടോ. അപ്പോൾ 15 V2 ആണ്, വേർഷൻ 2 ആണ് ഈ വന്നിരിക്കുന്നത്. നമ്മുടെ പുതിയ ഈ 2023 ലാസ്റ്റിൽ വന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഫ്രണ്ട് എടുത്താണ്. വണ്ടിയുടെ കളറ് ബ്ലാക്ക് ആട്ടോ, ബ്ലാക്ക് വിത്ത് ഓറഞ്ച് അലോയ്. അത് ഒരു കിഡിൽ ലുക്ക് തന്നെയാട്ടോ ബൈക്കിന് കൊടുക്കണേ, കണ്ടാൽ അറിയാം. ബ്ലാക്ക് ബോഡിക്ക് മൊത്തം ബ്ലാക്കും, പിന്നെ ഇവിടെ ഒരു MT-യുടെ നമ്മളെ ലോഗോ വരുന്നുണ്ട് കേട്ടോ, നൈസായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ MT-15 എന്ന് പറഞ്ഞിട്ട് സിമ്പിൾ കൊടുത്തിട്ടുണ്ട്, നൈസാണ് കാണാൻ. നമ്മുടെ ഈ ലോഗോ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അതിവർ ഒരു ബ്ലാക്ക് തന്നെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫോർക്കാണ് കേട്ടോ വന്നേക്കണേ, അപ്പ് സൈഡ് ഡൗൺ ആണ്. ഇത് ഈ വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം ബാക്കിയൊക്കെ നോക്കുവാണെങ്കിൽ വണ്ടിയുടെ ലുക്ക് തന്നെ, ഫസ്റ്റ് വണ്ടിയുടെ ലുക്ക് വരുന്നത് ആ ഒരു നമ്മുടെ ടെലിസ്കോപ്പിക് ഫോർക്കിലേക്കാണ് കേട്ടോ. അത് നല്ലൊരു ഗോൾഡൻ കളറിൽ അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഭംഗിയാണ് കേട്ടോ. നല്ലൊരു നമ്മുടെ പഴയ MT അപേക്ഷിച്ച് ഏറ്റവും ഹൈലൈറ്റഡ് എനിക്ക് തോന്നിയത്, എനിക്ക് കണ്ടപ്പോൾ തന്നെ ഹൈലൈറ്റഡ് തോന്നിയത് ആ ഒരു ഫോർക്കാണ്. പിന്നെ വരുന്നത് നമ്മുടെ ഈ അലോയ് ആണ് കേട്ടോ, ഈ ഓറഞ്ച് അലോയ്. നമ്മുടെ KTM ഡൂക്കിനൊക്കെ വരുന്ന പോലെ യമഹക്കാർ ചിലപ്പോൾ MT-ക്ക് ഒരു ഓറഞ്ച് അലോയ് ഇന്നോട്ടേന്ന് വെച്ച് കൊടുത്തതാണോ എന്നറിയില്ല. എന്തായാലും അതൊരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് വിത്ത് ഓറഞ്ച് അലോയ് പ്രത്യേക ലുക്കുണ്ട്. പിന്നെ ഈ ബൈക്കിൽ എനിക്ക് അടുത്ത മാറ്റം തോന്നുന്നത് നമ്മുടെ മെയിൻ സംഭവം ഇൻഡിക്കേറ്റർ. നമ്മുടെ പഴയത് നമ്മുടെ വേഷം 1-ലും അതിൻ്റെ അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയതിലുള്ള എല്ലാത്തിലും ഈ ഇൻഡിക്കേറ്റർ ഹലോജനായിരുന്നു കേട്ടോ. അത് മാത്രം MT-യിൽ ഒരു മാറ്റം അവർ കൊടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ എന്താ അവർ മാറ്റം വരുത്താത്തതെന്ന് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ LED കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും നല്ല അടിപൊളി LED. വണ്ടിയുടെ ലുക്കിന് തന്നെ അതൊരു കിട്ടിയ ലുക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ ലുക്ക് എന്ന് വെച്ചാൽ ഈ ഹെഡിനൊക്കെ പറ്റിയ ലുക്ക് എന്ന് വെച്ചാൽ ആ ലോജം വരുമ്പോൾ നല്ല ഒരു ബോറായിരുന്നു. വണ്ടി മൊത്തത്തിൽ ആ വണ്ടി ലുക്കിനെ തന്നെ അത് ബാധിച്ചു. പക്ഷേ ഇതിപ്പോൾ കൊടുത്തെന്ന് വെച്ചാൽ നല്ല ലുക്ക് തന്നെ ആയിട്ടുണ്ട് ഈ LED ഇൻഡിക്കേറ്റർ കൊടുത്തേക്കുന്നത്. അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതാണ് ഇതിൽ അടുത്തൊരു മാറ്റം വന്നേക്കുന്നത്. ഈ ടെലിസ്കോപ്പിക്കും അലോയും ഈ ഒരു ഇൻഡിക്കേറ്ററുമാണ് വന്നേക്കുന്ന മാറ്റങ്ങൾ. പിന്നെ വെച്ചാൽ ഇതിൽ ട്രാക്ഷൻ കൺട്രോൾ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഈ ബൈക്കിൽ വന്നിട്ടുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇതിൽ. നമുക്ക് ഇതിൽ ഒരു ആപ്പ് ഉപയോഗിച്ച് ഈ വണ്ടി കണക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ബ്ലൂടൂത്ത് വഴി നമുക്ക് മെസ്സേജ്, കോള് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യുവാനും എടുക്കാനും അതിനെല്ലാം നമുക്ക് ഇതിൽ പറ്റും കേട്ടോ. അതൊരു നല്ല ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. അത്യാവശ്യം ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകുമ്പോൾ നമുക്കത് അത്യാവശ്യം ഉപകാരപ്പെടും കേട്ടോ ആ ഒരു ഫീച്ചർ. പിന്നെ ഇതിൽ ട്രാക്ഷൻ കൺട്രോൾ ഈ വരുന്നതാണ്. ഇതാണ് ട്രാക്ഷൻ കൺട്രോൾ വരുന്നത്. ഇപ്പോൾ ഓണാണ്, നമുക്ക് വേണമെങ്കിൽ ആവശ്യമില്ലെങ്കിൽ ഓഫാക്കിയിടാം. നമ്മൾ അത്യാവശ്യം എന്താ പറയുക ഒരു റൈഡിങ് കംഫർട്ട് കിട്ടാൻ വേണ്ടി ഈ ട്രാക്ഷൻ കൺട്രോൾ ഓണാക്കിയിട്ടാൽ നൈസായിരിക്കും കേട്ടോ ഓടിക്കാൻ. എനിക്ക് ഓടിച്ചപ്പോൾ ഒരു ബൈക്കിന് പ്രത്യേക ഒരു എന്താ പറയുക ഫ്രീ ബേഡായിട്ട് നടക്കുന്ന ബൈക്കിനെ പെട്ടെന്നൊരു പിടുത്തം വന്ന പോലെ ആ ഒരു ഫീലിംഗ് ആട്ടോ എനിക്ക് കിട്ടിയത്. അതൊരു ഓണാക്കി ട്രാക്ഷൻ കൺട്രോൾ എന്ന് വെച്ചാൽ 2 വീലിന് നല്ല പിടുത്തമുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇത് ഡുവൽ ചാനൽ ABS നോക്കുന്നുണ്ടോ. വണ്ടിക്ക് ABS ഏറ്റവും വലിയ പരാജയമായിരുന്നു. ABS മാത്രം വണ്ടിക്ക് ഇവർ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. 155cc നമ്മുടെ സെയിം V4 V3യുടെ സെയിം എഞ്ചിനാണ് ഇതിൽ കൊണ്ടുവന്നേക്കണേ. വേഷം 4 ആണോ അറിയില്ല, എന്തായാലും V3യുടെ സെയിം എഞ്ചിനാണ് ഈ MT-ക്ക് കൊണ്ടുവന്നേക്കണേ. അത് കുറച്ചും കൂടെ എന്താ പറയണേ, കുറച്ചും കൂടെ ആ എഞ്ചിനെ അവർ റിലേറ്റ് ചെയ്ത് എന്താ കുറച്ചും കൂടെ ഫ്രീ രീതിയിൽ എന്താ വെച്ചാൽ കുറച്ചും കൂടെ സ്മൂത്ത് രീതിയിൽ ഇവർ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഈ എഞ്ചിൻ. എന്തായാലും സെയിം V3യുടെ ആ എഞ്ചിൻ തന്നെ കൊടുക്കുമ്പോൾ ഈ ബൈക്കിൻ്റെ ഈ ബോഡിയിൽ അതിൻ്റെ പവർ നല്ല വലുതാണ് കേട്ടോ. എന്ന് വെച്ചാൽ പവർ അന്യ പവറായിരിക്കും. വെച്ചാൽ നിങ്ങൾ 155 ആ ഒരു പവർ ഉദ്ദേശിച്ചാൽ മതി, വലിയ ബൈക്കിൻ്റെ അല്ല. എന്നാലും ഈ MT-യിൽ കിട്ടുന്ന ഒരു പവർ എന്ന് വെച്ചാൽ അത് ഓടിക്കുന്നവർക്ക് യൂസ് ചെയ്യുന്നവർക്കും അറിയാം. നല്ലൊരു കിടിലം പവറും റൈഡിങ് കംഫർട്ടും തരുന്നുണ്ട് കേട്ടോ. പിന്നെ വെച്ചാൽ ABS ഡുവൽ ചാനൽ ABS വരുന്നുണ്ട്. ഡുവൽ ചാനൽ ABSും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക്
ഒരു എന്താണ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും കിഡിലും ബ്രേക്കിങ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ബാക്കി എന്നുള്ള വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ബാക്കിൽ നിന്ന് നമ്മുടെ ഓൾഡ് ലുക്ക് തന്നെ, നമ്മുടെ നല്ല നീളത്തിൽ വന്നേക്കുന്ന ഗാർഡും കാര്യങ്ങളും അത് മാത്രം ഈ ബൈക്കിൽ നല്ല ഷോ ആക്കിയിട്ടുണ്ടല്ലോ. എന്നുവെച്ചാൽ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് ഇവിടെ ഒതുക്കുമായിരുന്നെങ്കിൽ ഈ ബൈക്കിൻ്റെ ലുക്കിന് തന്നെ അതൊരു വലിയ മാറ്റം വന്നേനെ. പക്ഷേ ഈ ലുക്ക് നിങ്ങൾ കണ്ടാൽ അറിയാം, അത്യാവശ്യം നീളം ഉണ്ടോ, ഇത്ര നീളം കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനും ഇവർ ഇത്ര നീളം കൊടുത്തതെന്ന് കമ്പനിക്കാരോട് തന്നെ വെക്കണം. അത് ഈ ബൈക്കിൻ്റെ ലുക്കിന് തന്നെ എന്തോ ഒരു ബോറ് ആക്കിയിട്ടുണ്ട്, അത്യാവശ്യം ബോറ് രീതിയിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിൽ ഇത് ഫ്ലാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നല്ല കാര്യമാണ്. ചെളിയ നന്നായിട്ട് അടിച്ചു കയറാനുള്ള സാധ്യതയുണ്ട് ഈ ബൈക്കിനൊക്കെ. ഇതൊക്കെ മിക്ക ആൾക്കാരും ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് കളയാൻ സാധ്യത. അപ്പോൾ ആ സാധനമൊക്കെ വെക്കുകയാണെങ്കിൽ അത്യാവശ്യം ചെളിയൊക്കെ അടിച്ച് കയറാണ്ടിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ മൊത്തത്തിൽ പറഞ്ഞാൽ ബൈക്കിൻ്റെ റൈഡിങ് സീറ്റ് അത് നല്ല കംഫർട്ട് കേട്ടോ. ബൈക്കിൽ കയറി ഇരുന്നിട്ട് ഈ ഒരു സീറ്റിൽ നല്ല കംഫർട്ട് എനിക്ക് കിട്ടി. ഓടിച്ചപ്പോൾ അത്യാവശ്യം ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ പോകാൻ പറ്റി കേട്ടോ. പക്ഷെ ബാക്ക് സീറ്റ് അതിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ അഭിപ്രായമില്ല, നല്ല ശോകമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മൾ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും കുറച്ച് നേരം നമുക്ക് മര്യാദയ്ക്ക് അവിടെ നിന്ന് പിടിച്ചിരിക്കാനുള്ളൊരു നമുക്കൊരു സ്പേസ് കിട്ടുന്നില്ല ഈ സീറ്റിൽ. അതാണ് ഈ സീറ്റിൻ്റെ മെയിൻ ഒരു ബാഡായിട്ടുള്ളൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ബൈക്ക് മൊത്തത്തിൽ പൊളിയാണ്, വേറൊന്നും ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനില്ല. അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ ആണ്. അപ്പോൾ അവനാണെങ്കിൽ ആഗ്രഹിച്ചെടുത്ത് ബൈക്കാണ്. കുറേ മാസം കൊണ്ട് അവൻ നോക്കി, പല ബൈക്ക് നോക്കി. അപ്പോൾ ഈ ബൈക്ക് വന്ന് അവൻ അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ട് അവൻ സെലക്ട് ചെയ്തെടുത്താണ്. കുറച്ച് ബുക്കിംഗ് ടൈമും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ നമുക്ക് അവനോട് തന്നെ ചോദിക്കാം ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഇതിനെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളും അവൻ്റെ റൈഡിങ്ങും എല്ലാം നമുക്ക് അവനോട് തന്നെ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇവൻ്റെ ഒരു അശ്വിൻ എന്നാണ്, എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഇവൻ്റെ ആട്ടോ ഈ MT-15. അപ്പോൾ നമുക്ക് അവനോട് ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ചോദിച്ചു നോക്കാം, ബൈക്കിൻ്റെ എക്സ്പീരിയൻസ്, മൈലേജ് കാര്യങ്ങളൊക്കെ. അപ്പോൾ പക്ഷേ എനിക്ക് എന്നോട് ആദ്യം ചോദിക്കാനുള്ള, എന്തുകൊണ്ട് MT-15 എടുത്തു? MT-15 എടുക്കാൻ കാരണം ഒന്ന് അതിൻ്റെ ഡിസൈന്, പിന്നെ നേക്കഡ് സ്പോർട്സിൽ ഇങ്ങനെ ഒരു ഡിസൈനിലൊരു വണ്ടി ഒരു പ്രത്യേകത തോന്നി, അങ്ങനെ എടുത്താണ് വണ്ടി. ഫസ്റ്റ് ഏതെങ്കിലും ബൈക്ക് നോക്കിയിട്ടുണ്ടായിരുന്നോ? ഞാൻ NS നോക്കിയായിരുന്നു. പക്ഷേ NS നല്ല വണ്ടിയാണ്, കുഴപ്പമില്ല. NSന് കുഴപ്പം പറയാനായിട്ട് അങ്ങനെ വലിയ ഇതൊന്നുമില്ല. പക്ഷെ NS ഇഷ്ടമായിരുന്നു. പക്ഷേ ഇത് അത്യാവശ്യം നോക്കി വണ്ടി നോക്കിയായിരുന്നു, ഓടിച്ചൊക്കെ നോക്കിയായിരുന്നു. എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം തോന്നിയത് MT ആണ് തോന്നിയത്. MT. ഓക്കെ, ഇതപ്പോൾ എങ്ങനെ ഓൺ റോഡ് പ്രൈസ് ഒക്കെ എങ്ങനെയാ വന്നേ? ഓൺ റോഡ് ഞാൻ എടുക്കാൻ നേരത്ത് ഇത് വേർഷൻ 2 ആയിരുന്നു. V2 അല്ലേ ഇത്? ഇത് V2 ആയിരുന്നു. ഇത് V2 ആയിരുന്നു. പിന്നെ ഇതിന് ഓൺ റോഡ് പ്രൈസ് വന്നാൽ 2 സംതിങ് ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് വണ്ടിക്ക്. 2 അല്ലേ? ഓൾറെഡി വണ്ടി ഡൂൾച്ചാലും. ഇതില് എന്തൊക്കെ മാറ്റങ്ങൾ ഈ V2 വന്നപ്പോ പ്രത്യേകിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ ഇതിൽ കൊണ്ടുവന്നേ അവര്? വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇപ്പൊ വന്നത് ഇപ്പൊ കൺസോളില് ബ്ലൂടൂത്ത് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഞാൻ ഇത് എനേബിൾ ചെയ്തിട്ടില്ല, അത് ഓഫ് ചെയ്തിട്ടേക്കുക. അത് എനേബിൾ ചെയ്യാത്തതിന് കാരണം അത് കുറെ കംപ്ലൈന്റ് ഇങ്ങനെ ആൾക്കാർ പറഞ്ഞ് ഈ ബ്ലൂടൂത്ത് എനേബിൾ ആക്കിയിട്ട് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ബാറ്ററിക്ക് ബാക്കപ്പ് കിട്ടണല്ലോ. അതുകൊണ്ട് മാത്രം അത് പിന്നെ ട്രാക്ഷൻ കൺട്രോൾ വരുന്നില്ല ബൈക്കിൽ. ട്രാക്ഷൻ കൺട്രോൾ നല്ലൊരു ഇതാണ്. അതെങ്ങനെയുണ്ട്? അതിന്റെ മെയിൻ ഒരു എന്താ ഉപകാരം എന്ന് പറയണ എങ്ങനെയാ? ഉപകാരം എന്ന് പറയുമ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ട് പറയാം, മഡ് ആയിട്ടുള്ള റോഡ്, ചെളി, അങ്ങനത്തെ ഒരു സർഫേസിൽ കൂടെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും വണ്ടിക്ക് നല്ലപോലെ ട്രാക്ഷൻ കിട്ടുന്നുണ്ട് ടയറിനല്ലേ? നമ്മള് കറക്റ്റ് ചെയിൻ ഇങ്ങനെ പിടിച്ച് ആ ഒരു ഫീലിംഗ് കിട്ടും. അത് ഓഫ് ആക്കി വർക്ക് ആവുന്ന പോലെ തന്നെ, ഇത്ര മില്ലി സെക്കൻഡിൽ പിടിച്ചു വിടുന്ന പോലെ തന്നെ ഈ ചെയിനിൽ ഇങ്ങനെ അത് ഓഫ് ആക്കിയിട്ട് ചിലപ്പോ നമുക്ക് ഫ്രീ പോലെ അല്ലേ, ടയർ വേണാവുന്ന മാത്രമേ ഉള്ളൂ. നമുക്ക് അത്രയും ഇത് കിട്ടത്തില്ല, ട്രാക്ഷൻ നമുക്ക് കിട്ടത്തില്ല. പിന്നെ ഇൻഡിക്കേറ്റർ ഒക്കെ ഈ വേർഷനിൽ വന്നപ്പോലെ മാറ്റം വന്നു. ഇത് പുതിയ ഇൻഡിക്കേറ്റർ വന്നു. ഇതിന് വേർഷൻ 2 ഈ ഇൻഡിക്കേറ്റർ വന്നത്, LED ഇൻഡിക്കേറ്റർ വന്നേക്കുന്നേ. അത് ഈ ഞാൻ ഇതിലാട്ടോ ആദ്യം കാണുന്ന ഈ ഇൻഡിക്കേറ്റർ. നേരത്തെ തന്നെ ഹലോജൻ കുറച്ചൊരു വൃത്തികേടല്ല സത്യം പറഞ്ഞ. ഈ ഹെഡിനൊക്കെ അതൊക്കെ വൃത്തികേടല്ലേ സത്യം പറഞ്ഞ. അത് കുറച്ചൊരു പോരായ്മയായിട്ട് തോന്നി. അവരിപ്പോ അത് റേറ്റൂലത് നന്നായിട്ട് പരിഹരിച്ചിട്ടുണ്ടല്ലോ ആ ഒരു കുഴപ്പം. പിന്നെ ഈ ഫോർക്കൊക്കെ നേരത്തെ ഉള്ളവരുണ്ടായിരുന്നോ? ഇത് UST അപ്പ് ആൻഡ് ഡൗൺ ഫോർക്കാണത്, ഈ ഗോൾഡൻ അല്ലേ? ഇത് നേരത്തെ ബൈക്ക് ഇതിന്റെ തൊട്ട് ഇല്ല, ഇതിലാണ് ഈ V2ലേക്കാണ് ഇത് വന്നതല്ലേ? ഇത് വന്നപ്പോൾ എങ്ങനെയാ റൈഡിങ് എങ്ങനെയാ? അത്യാവശ്യം കട്ടറൊക്കെ പിടിച്ചെടുക്കുന്നുണ്ടോ? കട്ടറൊക്കെ കുഴപ്പമില്ല.
പിടിച്ചെടുക്കുന്നുണ്ടല്ലേ? കുഴപ്പമില്ല. പിന്നെ ഡുവൽ ചാനൽ ABS കൂടി ഇതിൽ വന്നിട്ടുണ്ടല്ലേ? ഡുവൽ ചാനൽ ABS ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതെടുത്തത്. അല്ലെങ്കിൽ ഞാൻ ABS നമ്മൾ എല്ലാ ബൈക്കിലും നമ്മളെല്ലാവരും മിക്ക ആൾക്കാരും നോക്കുന്നുണ്ടല്ലോ ഇപ്പോൾ. എല്ലാം നോക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് സിംഗിൾ ചാനൽ എന്ന് പറയുമ്പം ഫ്രണ്ട് വീല് മാത്രമേ ABS നമുക്ക് കറക്റ്റായിട്ട് വർക്ക് ആവത്തുള്ളൂ. അതൊരു ചാനൽ എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ സേഫ്റ്റി കുറച്ചും കൂടെ കൂടും. അപ്പൊ സേഫ്റ്റി നമ്മൾ ബൈക്ക് എടുക്കുന്ന കൂടെ നമ്മൾ സേഫ്റ്റി മെയിൻ ആയിട്ട് ബ്രേക്കിംഗ് സേഫ്റ്റി നമ്മൾ നോക്കണം അല്ലേ? പിന്നെ പരമാവധി ഡുവൽ ചാനൽ ABS ഉള്ള വണ്ടികൾ പരമാവധി എടുക്കാൻ നോക്കുക അല്ലേ? പിന്നെ ഇതിന്റെ 10 ലിറ്റർ കപ്പാസിറ്റി ആട്ടെ ഇതിന്റെ ഫ്യൂൾ ടാങ്ക് വരുന്നത്. അപ്പോൾ ഇതിന്റെ മെയിൻ ഫ്യൂൾ ടാങ്കിന്റെ കാര്യം ചോദിച്ചാൽ ഇതിന്റെ മൈലേജിന്റെ കാര്യം അറിയാനാട്ടോ. അപ്പൊ ഇത് കമ്പനിക്കാർ ഇതിന് എങ്ങനെയാ മൈലേജ് ഒക്കെ പറയണേ? കമ്പനിക്കാർ 50+ കമ്പനി മൈലേജ് പറയണേ. അപ്പൊ ഇപ്പൊ നിനക്ക് എങ്ങനെ എത്ര കിട്ടി മാക്സിമം? എനിക്ക് മാക്സിമം 45 കിട്ടിയിട്ടുണ്ട്. ഇവിടെ അല്ല നമ്മുടെ സ്ഥലം എന്ന് വെച്ചാൽ ഇടുക്കിയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇവിടെ കുറവാണ്. ഇവിടെ 45 വർക്ക് ചെയ്യുന്ന എറണാകുളത്താണ്. അപ്പൊ അങ്ങോട്ടൊക്കെ എങ്ങനെയാ? നല്ല റോഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എങ്ങനെയായിരിക്കും? സോളോ റൈഡ് പോകാൻ നല്ല സുഖമാണ്. അപ്പൊ മൈലേജും അത്യാവശ്യം മൈലേജ് ലോങ് ഉള്ളതുകൊണ്ട് മൈലേജ് അത്യാവശ്യം കിട്ടുന്നുണ്ട്. നമ്മൾ കറക്റ്റ് RPM ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഈ മീറ്ററിനകത്ത് ഒരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ കാണിക്കാൻ പറ്റുമോ? എന്ത് ഓപ്ഷനാ അത്? ഇത് ആവറേജ് 1 ലിറ്ററിൽ എത്ര കവർ ചെയ്യുന്നുള്ളതാണ്. ലിറ്ററിൽ എത്ര ഉള്ളത് ഇതിൽ നമ്മൾ കറക്റ്റ് 4000 RPM മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ മൈലേജ് കിട്ടുമെന്നാണ് പറയണത്. ഞാനത് ട്രൈ ചെയ്ത് നോക്കി. അത്ര വലിയ കിട്ടിയില്ല. പക്ഷെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്യണം. ഹൈവേയിൽ നോക്കണം. നമ്മുടെ ഇത്ര ഇവിടെയുള്ള ഈ കയറ്റവർക്കത്തിൽ അത്രയും ഇത് കിട്ടുന്നില്ല. പിന്നെ ഇതിന്റെ എഞ്ചിൻ ബേസ് പറയുമ്പോ എങ്ങനെയാ ഇതിന്റെ കാര്യം? ടോർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഇതിന്? ടോർക്ക് ഇതിന് വരുന്ന മാക്സിമം പവർ ടോർക്ക് 14.1 Nm ടോർക്കാണ് വണ്ടിക്ക് വരുന്നത്. ആ ഒരു ടോർക്കിന്റെ പവർ 18 PS ടോർക്ക് വരുന്നത്. മാക്സിമം പവറാണ് PS ആണ് വരുന്നത്. ഇത് ഈ നമ്മുടെ യമഹ V3 അതിന്റെയൊക്കെ സെയിം എഞ്ചിനാ പറഞ്ഞേ ആണോ? സെയിം എഞ്ചിൻ തന്നെയാണ് ഇതിന് പറഞ്ഞത്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. റേഡിയേറ്റർ ഉണ്ട്. റേഡിയേറ്റർ ലിക്വിഡ് കൂളിലാണല്ലോ ഇത്. 4 വാൽവ് എഞ്ചിനാണ് വണ്ടിക്ക്. ലിക്വിഡ് കൂൾ വിത്ത് ലിക്വിഡ് കൂളിലാണ് പറഞ്ഞത്. പിന്നെ ഇതില് മെയിൻ എനിക്ക് ഇനി ചോദിക്കാനുള്ള കാര്യം ഇതിന്റെ ഹെഡ്ലൈറ്റിന്റെ എങ്ങനെയാ നൈറ്റ് എങ്ങനെയാ വിഷൻ കിട്ടുന്നുണ്ടോ? റോഡിലേക്ക് അത്യാവശ്യം വെട്ടം കിട്ടുന്നുണ്ടോ? ഇതിന്റെ വെട്ടം അങ്ങനെ അത്യാവശ്യം കിട്ടുന്നില്ലെന്നാണ് പറയണത്. ഉണ്ടോന്ന് വെച്ചാൽ വെട്ടമുണ്ട്. പക്ഷെ നമുക്ക് അത്രയും പവർ ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടെന്നാ ഇല്ല. കുഴപ്പമില്ല, ആവറേജ്. നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കണം. ഈ ഹെഡ് ലാമ്പ് നല്ലൊരു കട്ടറി അടിയിട്ടുണ്ടെങ്കിൽ ഹെഡ് ലാമ്പ് ഇളകിപ്പോകും. ഇതിന്റെ അകത്തൊരു ലോക്ക് ഉണ്ട്. ഈ അടിയിലൊരു ലോക്ക് ഉണ്ട്. ഇതൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു പീസ് ലോക്ക് ഉണ്ട്. ഈ ലോക്ക് അതിന് അവിടെ വേറൊരു ഇതും കൂടെ ഉണ്ട്. ആ സംഭവം പോയി കഴിഞ്ഞാൽ ഹെഡ് ലാമ്പ് ചാടിപ്പോരും. ഇങ്ങനെ ഷേക്കാവും. അപ്പൊ നമുക്ക് കറക്റ്റ് ഈ റോഡിലേക്കുള്ള ഇതും കിട്ടുന്നില്ലല്ലേ? ഞാൻ ഈ ഹൈവേയിൽ മൂവാറ്റുപുഴ വഴി വരുന്ന വഴിക്ക് റോഡ് പണി ആയപ്പം ശ്രദ്ധിച്ചില്ല. ഒരു കുഴി വീണപ്പം ലോക്ക് കംപ്ലൈന്റ് ആയി. അടുത്ത സർവീസിന് അത് റെഡിയാക്കണം. പിന്നെ ഇതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെ കോസ്റ്റ് ഒക്കെ വരുന്നത്? ഫസ്റ്റ് സർവീസിന്റെ ഇപ്പൊ എത്ര സർവീസ് കഴിഞ്ഞിട്ടുണ്ട് ബൈക്കിന്റെ? ഇപ്പൊ വണ്ടിയുടെ 3 സർവീസ് കഴിഞ്ഞു. അപ്പൊ സർവീസിലൊക്കെ എങ്ങനെ ഫണ്ടൊക്കെ എത്രയായി? എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ മാറുമ്പോ അതിനൊക്കെ കുഴപ്പമില്ല. റേറ്റ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. വലിയ കത്തി റേറ്റ് ഒന്നും അല്ല. കത്തി റേറ്റ് ഇനിയിപ്പോ പൈസ റേറ്റ് കൂടാൻ പറഞ്ഞാൽ ഇതിന്റെ ചെയിൻ സോക്കറ്റും കാര്യങ്ങളുമാണ്. അങ്ങനെയൊക്കെ കാര്യങ്ങൾക്കാണ് വരുള്ളൂ. അല്ലാണ്ട് നമ്മുടെ സർവീസിന് കയറുമ്പോൾ വിഷയങ്ങൾ ചാർജ് വലുതായിട്ടില്ല. എത്ര രൂപ നിന്നു എഞ്ചിൻ ഓയിലും കാര്യങ്ങളും അങ്ങനെയൊക്കെ വരുമ്പോൾ? 1000 സംതിങ് അത്രേ ആയുള്ളൂ. പിന്നെ അത്രേ ആയുള്ളൂ. ഓയിൽ ഫിൽറ്റർ അത്രയും ചേഞ്ച് ചെയ്താൽ മാത്രമേ ഉള്ളൂ. വേറെ പിന്നെ എനിക്കിത് മെയിൻ നമ്മുടെ റൈഡിങ് എങ്ങനെയുണ്ട് ഈ സീറ്റിൽ? ഇത് കണ്ടിട്ട് തന്നെ നമ്മൾ റൈഡർക്ക് മെയിൻ ആയിട്ടൊരു സീറ്റിംഗ് കംഫർട്ട് കൊടുക്കുന്ന ഒരു ബൈക്കാണ് ഇത്. ഇതിന്റെ സീറ്റിംഗ് കണ്ടാൽ അറിയാം അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തത്. ഇതിലപ്പോ എങ്ങനെയാ റൈഡിങ് എങ്ങനെയാ? ഇഷ്ടപ്പെട്ടോ? സോളോ റൈഡിങ് സുഖമാണ്. കംപ്ലൈന്റ് ഒന്നും പറയാനില്ല. സോളോ റൈഡിങ്ങിന് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ 2 പേര് വെച്ച് ലോങ് ഒക്കെ പോവാണെങ്കിൽ പില്യൺ അത്ര സുഖമില്ല. പില്യൺ ഭയങ്കര ഹാർഡാണ്. ഇത് കുറച്ച് സ്പേസും കുറവാണല്ലേ, വെച്ചോണ്ട് പോകാനാണെങ്കിൽ പാടാണ്. അത്ര സുഖമില്ല. നമുക്ക് തുടക്കൊക്കെ നല്ലപോലെ വേനെടുക്കാൻ തുടങ്ങും കുറച്ച് ഓടിക്കുമ്പോൾ. ലോങ് ആണെങ്കിൽ ഏറ്റവും നല്ലത്. ലോങ് ആണെങ്കിൽ നമുക്ക് സിംഗിൾ ആയിട്ട് പോവാണെങ്കിൽ സിംഗിൾ പോവാണെങ്കിൽ ഏറ്റവും നല്ലത്. ഏറ്റവും നന്നായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റൂലേ? കുഴപ്പമില്ല, നന്നായിട്ട് നല്ലപോലെ നമുക്ക് ക്രൂസ് ചെയ്ത് പോകാൻ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ബ്ലാക്കിലേക്ക് വന്നത്? ബ്ലാക്ക് അതിപ്പോ ഏത് വണ്ടി എടുത്താലും ബ്ലാക്കിനാണോ ഇഷ്ടം? പ്രത്യേക ഇഷ്ടമുണ്ട് ബ്ലാക്കിനോട്? ബ്ലാക്കിന് പ്രത്യേക ഒരു ബ്യൂട്ടി ഉണ്ട്, അതുകൊണ്ട് ബ്ലാക്ക് എടുത്തു. അത് ഈ നേരത്തെ ഉള്ള വേഷനിൽ ഈ
ഓറഞ്ച് അലോ വന്നിട്ടുണ്ടോ അതോ ഇതിലല്ലേ ഉണ്ടായിരുന്നു? ഇതിന് നമുക്ക് അവര് ബുക്ക് ചെയ്യാൻ നേരത്തെ അവര് നമ്മളോട് ഇത് കളർ വേരിയന്റ് ആണ് വേണ്ടതെന്ന് അവർ നമ്മളോട് ചോദിക്കും. ഫുൾ ബ്ലാക്ക് വണ്ടിക്ക് അലോയും വിത്ത് ബ്ലാക്ക് വരുന്നതിന് ഈ LED ഇൻഡിക്കേറ്റർ ഇല്ല. LED ഇൻഡിക്കേറ്റർ ഇല്ല, ഹലോജൻ ഇൻഡിക്കേറ്ററേ ഉള്ളൂ. അഥവാ ആ ഫുൾ ബ്ലാക്ക് വണ്ടിക്ക് ഈ LED ഇൻഡിക്കേറ്റർ അലോയും ബ്ലാക്ക് ആയ ഫുൾ ബ്ലാക്ക് വണ്ടിക്ക് LED അവന്മാർ ഫിറ്റ് ചെയ്യുന്നതിന് 1300 സംതിങ് എക്സ്ട്രാ ചാർജ് അവന്മാർ നമ്മളോട് മേടിക്കും. നമുക്കത് വേണ്ടെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ ഹലോജനോട് കൂടി നമുക്കത് ബുക്ക് ചെയ്ത വണ്ടി കിട്ടും. അപ്പോൾ ഈ വണ്ടിയിൽ ഈ കളർ വേരിയന്റിൽ മാത്രമേ LED ഇപ്പോൾ വരുന്നുള്ളൂ. മറ്റേതിന് നമ്മൾ എക്സ്ട്രാ കോസ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എടുത്തില്ല. ഇതിന്റെ വേറെ ഏതൊക്കെ കളറാണ് പറഞ്ഞത്? പിന്നെ ഇതിന് ഫുൾ ബ്ലൂ വരുന്നുണ്ട്, ബ്ലാക്ക് ആൻഡ് ബ്ലൂ ഫുൾ വരുന്നുണ്ട്. പിന്നെ വൈറ്റ് ആൻഡ് ഈ സെയിം ഓറഞ്ച് അലോയിൽ വരുന്ന ഓറഞ്ച് പാറ്റേൺ സ്റ്റിക്കറൊക്കെ വരുന്ന ആ ഒരു ടൈപ്പ് കളർ. പിന്നെ ഈ കളർ, പിന്നെ ഫുൾ ബ്ലാക്ക്. മെയിനായിട്ട് ഈ ബൈക്കിന്റെ ഏറ്റവും ഗുഡ് ക്വാളിറ്റി ആയിട്ട് തോന്നിയ കാര്യങ്ങൾ? മൈലേജ് പ്ലസ് പവർ. മൈലേജ് ഫസ്റ്റ്. അതനുസരിച്ച് ഈ 150 cc നമുക്കൊരു 200 സെഗ്മെന്റിലുള്ള ഏത് വണ്ടിയും നമുക്ക് ഓടിച്ചിട്ട് പിടിക്കാം. അത്യാവശ്യം പവർ ഉണ്ട്. 200 സെഗ്മെന്റ് ആണ് ഞാൻ പറഞ്ഞത്. അതിന്റെ മേലേക്കുള്ള സെഗ്മെന്റ് നമുക്ക് പറ്റില്ല. പിന്നെ പവറും അല്ലേ? പവറും ഉണ്ട്, മൈലേജും പവറും നമുക്ക് തരുന്നുണ്ട്. ഈ വണ്ടിക്ക് ടോപ്പ് എൻഡ് ഉണ്ട് വണ്ടിക്ക് ഓൾറെഡി. അതിപ്പോ പല യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാലും ഓൾറെഡി നോർത്ത് ഇന്ത്യൻസ് ആണ് ഏറ്റവും കൂടുതൽ അമ്മാരാണല്ലോ ഈ സ്പീഡ് കൂട്ടി നോക്കിയത് എല്ലാം. അവിടെ സ്ട്രെയിറ്റ് ഹൈവേ അല്ല, അപ്പൊ കാര്യങ്ങളുള്ളതുകൊണ്ട് അമ്മമാർക്ക് പറ്റും. അപ്പൊ അത്രയും പറ്റത്തില്ല, നമുക്ക് മാറ്റാൻ ഒരു പരിധി ഉണ്ട്. പരിധി വെച്ച് ഞാൻ ഈ വണ്ടി ടോപ്പ് എൻഡ് അടിച്ചത് 126 ടോപ്പ് എൻഡ് മാക്സിമം കേറിയിട്ടുണ്ട്. മാക്സിമം 126 കയറി. പക്ഷെ വണ്ടിക്ക് വൈബ്രേഷൻ ഉണ്ട്. കേറുമ്പോൾ വൈബ്രേഷൻ ഫുൾ പ്ലാസ്റ്റിക് ആണ്, കുറെ സൈഡൊക്കെ ഫുൾ പ്ലാസ്റ്റിക് ആണ്. അപ്പൊ അതിന്റേതായ ഒരു വൈബ്രേഷൻ എന്തായാലും ഉണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ പവറും മൈലേജും ആണ് ഇഷ്ടപ്പെട്ട കാര്യം. മൈലേജും സോളോ റൈഡിങ്ങും കംഫർട്ടാണ്. അപ്പൊ പിന്നെ അടുത്തതിലേക്ക് ഞാൻ പറഞ്ഞേ, ഇതിന്റെ നെഗറ്റീവ് സൈഡ് പറയുവാണെങ്കിൽ എന്തൊക്കെ പറയും? ഏറ്റവും നെഗറ്റീവ് വണ്ടിക്ക് ബോഡി വെയിറ്റ് കുറവാണ്. വെയിറ്റ് ഇല്ല വണ്ടിക്ക് ഓൾറെഡി. നമ്മളത് നോക്കി ഓടിക്കുകയും വേണം. ഈ വളവൊക്കെ വീശുമ്പോഴും നമ്മൾ അത്രയും നോക്കി ഓടിക്കുകയും വേണം. പിന്നെ വണ്ടിക്ക് വൈബ്രേഷൻ ഉണ്ട്, നല്ല രീതിയിൽ വൈബ്രേഷൻ വരുന്നുണ്ട്. അത് കറക്റ്റ് അതൊരു അതെന്താ 80 മേളിലേക്കൊക്കെ നമ്മൾ കുറച്ച് നമ്മൾ ടോപ്പിന്റെ ഒക്കെ അടിച്ച് നമ്മൾ കയറാൻ നേരത്താണ് വണ്ടിക്ക് മെറ്റലിന്റെ ഇത് കുറവായോണ്ടാണോ? മെറ്റൽ പീസ് ഉണ്ട്, പക്ഷെ ഈ പ്ലാസ്റ്റിക് പീസ് ഈ പീസൊക്കെ നല്ലപോലെ വൈബ്രേറ്റ് ചെയ്യും. ഈ സൈഡൊക്കെ ഈ സൈഡ് പാനലൊക്കെ അല്ലേ? സൈഡ് പാനൽ ആ സൈഡ് ഈ സൈഡിൽ നിന്നൊക്കെ വണ്ടി വൈബ്രേറ്റ് ഇതുണ്ട്, ഈ പീസ് കിളകുന്നുണ്ട്. പിന്നെ വണ്ടിക്ക് നമുക്ക് പിന്നെ ഈ റബ്ബറൈസ് റോഡ് അല്ലാത്ത റോഡിൽ കൂടെ നമ്മൾ പോകുമ്പോൾ ഈ നമ്പർ പ്ലേറ്റ് അടിക്കും. ഈ നമ്പർ പ്ലേറ്റ് അടിക്കും. ഇനിയിപ്പോൾ ചെയ്യാന്ന് ഈ നമ്പർ പ്ലേറ്റ് ഊരിയിട്ട് ബോക്സി ടൈപ്പ് ആണെങ്കിൽ അത്രയും അടി കുറയും. അതുപോലെ തന്നെ ഈ ഫ്രണ്ടിലത്തെ നമ്പർ പ്ലേറ്റ് ഇളകും. അത് ഈ കറക്റ്റ് ഈ രണ്ട് സൈഡിൽ നിന്ന് സ്മൂത്ത് അല്ലാത്ത സർഫേസിൽ നമ്മൾ പോകുമ്പോൾ നമ്പർ പ്ലേറ്റ് ഇങ്ങനെ ഇടയ്ക്ക് വൈബ്രേറ്റ് നമുക്ക് കറക്റ്റായിട്ട് ചില സമയത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പെട്ടെന്ന് മനസ്സിലാവില്ല, ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ എന്താ ഉള്ളത്? പിന്നെ ബാക്ക് സീറ്റിനെ കുറിച്ച് എന്തെങ്കിലും ആളെ കയറ്റിക്കൊണ്ട് പോകാൻ പാടോ അങ്ങനെ എന്തെങ്കിലും? പ്രായമുള്ളവർക്ക് ബാക്ക് സീറ്റ് കയറാൻ പാടാണ്, ഇറങ്ങാനും കയറാനും പാടാണ്. പിന്നെ നമ്മളെപ്പോലെ യങ്ങായിട്ടുള്ള ആൾക്കാർക്ക് അത്രയും കുഴപ്പമില്ല. ഫ്രണ്ട്സിനെ കൊണ്ടുപോകാണെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല, കാരണം അവരെ ഇരുന്നോളും കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. വണ്ടിയൊക്കെ കുറച്ചുകൂടെ ഹൈറ്റ് ഒക്കെ വരുന്നോണ്ട് V3 ഒക്കെ ഇരുന്ന് ശീലിച്ച് അങ്ങനെ വണ്ടിയിലൊക്കെ കയറിയവർക്ക് കുഴപ്പമില്ല, കയറിയിരിക്കാം, ഈസിയായിട്ട് ഇറങ്ങുകയും ചെയ്യാം. അപ്പോൾ അതൊക്കെ ഉള്ളു പോരായ്മകളായിട്ട് പറയാനുള്ളത് ഈ വണ്ടിക്ക് എന്ന് പറയുമ്പോൾ പൈസ ഇച്ചിരി കൂടുതലാണ്. അത്ര പ്രൈസിന്റെ ആവശ്യം ഉണ്ടായിരുന്നു? അതോ പ്രൈസ് വരാൻ കാരണം തന്നെ ഇമ്പോർട്ട് ടാക്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാത്തിനും ടാക്സ് കൂട്ടി അങ്ങനെ വണ്ടിക്ക് ഇറങ്ങിയ സമയത്ത് ഈ വണ്ടിക്ക് 180 സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ വണ്ടിക്ക് 2-ന് മേളിലാണ്. 2.25 കഴിയും ഓൺ റോഡ് വരുമ്പോൾ 2.25. ഇപ്പൊ 2.25 മേളിലാവും തോന്നുന്നു. കുറച്ച് പ്രൈസും കാര്യങ്ങളും കൂട്ടി എന്തായാലും കുറച്ച് ചില ഫീച്ചേഴ്സ് ഒക്കെ അടിപൊളിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ബ്ലൂടൂത്ത് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എനേബിൾ ചെയ്യരുത്. അതെ, ഇതാരും പറയാത്ത നമ്മുടെ വീഡിയോയിലൊന്നും യൂട്യൂബിൽ ആരും പറയാത്ത കാര്യം ഞാൻ കണ്ടിട്ടില്ല. മെയിൻ ഒരു കാര്യമായിട്ട് ഞാൻ പറഞ്ഞു, പിന്നെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പല ഷോറൂമിൽ വിളിച്ചു ചോദിച്ചപ്പോൾ എനേബിൾ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ കുറേ കസ്റ്റമേഴ്സിനോട് ചോദിച്ചു, ഞാൻ വരുന്ന വഴിക്കൊക്കെ എനേബിൾ ചെയ്ത ആൾക്കാരോട് ഞാൻ ചോദിച്ചു. പുതിയ FZ-നും ബ്ലൂടൂത്ത് ഓപ്ഷൻ വരുന്നുണ്ട്, അവരും ഓണാക്കി ഇടാതിരിക്കുക. വളരെ
ബാക്കപ്പ് കിട്ടത്തില്ല. ബാറ്ററി ബാക്കപ്പ് എല്ലാവരും ഒരു കംപ്ലൈന്റ് പറഞ്ഞു. അത് ഓണാക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്കും അത് ഉപകാരമുണ്ട്, പക്ഷെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓണാക്കിട്ടാൽ മതി, അത് നിങ്ങളുടെ ഇഷ്ടം. അതെ, പക്ഷേ ഓണാക്കിയാൽ മതി, അല്ലെങ്കിൽ ഓണാക്കണ്ട. പക്ഷെ ബാറ്ററിക്ക് ഇങ്ങനെ ഒരു സീൻ വരും എന്നുള്ളത് അല്ലേ? നമ്മള് പിന്നെ ഇവിടെ ഞാൻ കൂടുതൽ എറണാകുളം, വീട് ഇടുക്കി. നമുക്കങ്ങനെ ആപ്പ് ഉപയോഗിച്ച് നോക്കേണ്ട ഒരു ആവശ്യം വരാത്തോണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അല്ല പിന്നെ നമുക്കൊരു മൊബൈൽ ഹോൾഡർ മേടിച്ചാൽ 10,450 രൂപ എടുത്ത് നമുക്കൊരു മൊബൈൽ ഹോൾഡർ മേടിച്ചാൽ ഇവിടെ സെറ്റ് ചെയ്യാൻ കേസുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കംപ്ലൈന്റ് കേട്ടിട്ടുണ്ട് വന്നിട്ടുണ്ട്. അതാരും ബ്ലൂടൂത്ത് എനേബിൾ ചെയ്യണ്ട എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ പേഴ്സണൽ ആയിട്ട് അഭിപ്രായമാണ്. ബാക്കി നിങ്ങളുടെ ഇഷ്ടം. അതെ, MT യൂസ് ചെയ്യുന്ന ഒരാളുടെ അഭിപ്രായമായിട്ട് ഇപ്പൊ കേട്ടെ. അപ്പോൾ ബാക്കി മൊത്തത്തിൽ ബൈക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? പിന്നെ ഇതിന്റെ ചെയിൻ സോക്കറ്റ് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് തുരുമ്പെടുക്കും. അത്യാവശ്യം നമ്മുടെ ഈ ചെയിൻ ലൂപ്പും കാര്യങ്ങളൊക്കെ അടിച്ച് കൊണ്ടുനടക്കാം അല്ലേ? ചെയിൻ എല്ലാ 500 മീറ്റർ കൂടുമ്പോഴും നല്ലപോലെ ലോങ് ഒക്കെ പോയിട്ട് വരികയാണെങ്കിൽ പരമാവധി വണ്ടി വാഷ് ചെയ്ത് ചെയിൻ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. 500 കിലോമീറ്ററിലും ചെയ്യുന്നതായിരിക്കും ചെയിൻ്റെ ലൈഫിന് നല്ലതല്ലേ? നല്ലത്. പിന്നെ ഈ ഓറഞ്ച് ഇല ആയതുകൊണ്ട് നല്ല പാടുപെടേണ്ടി വരുമല്ലേ ക്ലീൻ ചെയ്തെടുക്കാൻ? നല്ല പാടുപെടും. കാരണം ഇതിൽ ആ ചെയിൻ ലൂബ് അടിച്ചു കഴിഞ്ഞ് നമ്മൾ വണ്ടി എടുത്ത് ഒരു കുറേ ഓടി കയറി ആ ചെയിൻ ലൂബിൻ്റെ ഫുള്ള് ഇങ്ങോട്ട് ഈ അലുവിലേക്ക് ഫുള്ള് അങ്ങോട്ട് ചെളി മൊത്തം പിടിക്കും. പിന്നെ നമ്മളത് പിന്നെ ഞാനൊക്കെ ഇരുന്ന് വാഷ് ചെയ്ത്. ബൈക്ക് ഇപ്പം മൊത്തത്തിൽ എത്ര കിലോമീറ്റർ ഓടിയപ്പോ? വണ്ടി ഇപ്പം 11,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. 11,350 ആയിട്ടുണ്ടല്ലേ? കിലോമീറ്റർ ആയി. അപ്പൊ അത്രം ഓടിച്ച് എത്ര സർവീസ് കഴിഞ്ഞു? ഫോർത്ത് കഴിഞ്ഞു. അപ്പൊ അത്ര കിലോമീറ്റർ ഓടിച്ചതില് വണ്ടി ഓക്കെയാണ് നമുക്ക്? എനിക്ക് ഓക്കെയാണ് എല്ലാ കാര്യത്തിലും. എന്റെ ഈ ശരീരത്തിനും ഈ ഹൈറ്റിലൊക്കെ വെച്ചിട്ട് ഈ വണ്ടി ഓക്കെയാണ്. എനിക്ക് പെർഫെക്റ്റ് ബൈക്കാണ് അല്ലേ? ട്രസ്റ്റഡ് ബൈക്കാണ്. വണ്ടി ഹാൻഡിലിങ് കുറച്ചും കൂടെ വെയിറ്റ് കുറവായിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. വണ്ടിക്ക് ഒരു ഹാൻഡിലിങ് ചെറിയൊരു പോരായ്മയുടെ ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മൾ ഇടുക്കി കൂടെ ഈ വഴി കൂടെ ഒക്കെ നോക്കുമ്പോൾ ഹാൻഡിലിങ് ഒരു കുറച്ചും കൂടെ എനിക്ക് നമ്മുടെ ഇവിടെ അത്യാവശ്യം വളവും തിരിവും അങ്ങനത്തെ റോഡായതുകൊണ്ടായിരിക്കണമെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് സ്പീഡിൽ പോവുകയാണെങ്കിൽ നമ്മളൊരു വളമൊക്കെ തിരിക്കുകയാണെങ്കിൽ നമുക്കൊരു കംഫർട്ട് തോന്നില്ല ആ വളമൊന്ന് വീശിയെടുക്കാനായിട്ട്. ഹാൻഡിലിങ്ങിന് ചെറിയൊരു പോരായ്മ എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ബൈക്കിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഒരു ഓണറിൻ്റെ അടുത്താണ് നമ്മൾ ചോദിച്ചത്. അവൻ്റെ മൊത്തം എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ ബൈക്കിനെ കുറിച്ച് നമ്മൾ വലിയതായിട്ടൊന്നും എന്ന് പറഞ്ഞാൽ ഒരു ഓണർഷിപ്പ് വണ്ടി യൂസ് ചെയ്യുന്ന ഒരാളുടെ അവൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അല്ല ബൈക്കിൻ്റെ എൻജിൻ സൈഡിൽ നിന്ന് നമ്മൾ അല്ലാണ്ട് സ്പെസിഫിക് ആയിട്ടോ നമ്മളൊന്നും എടുത്ത് പറയുന്നില്ല. അപ്പോൾ ബൈക്കിനെ കുറിച്ച് അറിയേണ്ടതൊക്കെ നമ്മൾ മാക്സിമം അറിഞ്ഞിട്ടുണ്ട്. എങ്ങനെ യൂസ് ചെയ്യണം, എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട്, സർവീസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിലൂടെ കേട്ടിപ്പോൾ. അപ്പോൾ നമുക്ക് ബൈക്കിനെ പറ്റി അത്യാവശ്യം കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും MT അത്യാവശ്യം നമുക്ക് നല്ലൊരു നേക്കഡ് ബൈക്കാണ് കേട്ടോ. നമുക്ക് സിറ്റിയിലാണെങ്കിലും അല്ലെങ്കിൽ ലോങ് റൈഡിനാണെങ്കിലും സിറ്റി യൂസിനാണെങ്കിലും ഇല്ലാത്ത ഡേ യൂസിനാണെങ്കിലും ബൈക്ക് പെർഫെക്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. എങ്ങനെയാ സിറ്റി ഡെയിലി യൂസിനൊക്കെ ബൈക്ക് ഓക്കെ യൂസിന് കുഴപ്പമില്ല. നമ്മൾ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യും വേണം. നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ ഓടിക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അത്യാവശ്യം മൈലേജും അതിനോ ഉപരി തന്നെ മൈലേജ് തരുന്നുണ്ടെങ്കിലും പവറിലൊരു കുറവൊന്നുമില്ല കേട്ടോ. നല്ല പവറും തരുന്നൊരു അതാണ് നമ്മുടെ ഈ MT V3 അങ്ങനത്തെ ബൈക്കിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഒക്കെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ MTനെ കുറിച്ചുള്ള വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.